ഇനി നീ എന്തിനാ പഠിക്കാൻ പോണേ? ഞാനിനി LLBക്ക് പോണേ. നീ എന്തിനാ പോന്നെ? ഞാൻ ഡിഗ്രിക്ക് പോവാ. നീ എന്തിനാ പോന്നെ? ഹലോ, നീ എന്തിനാ പോന്നേന്ന്? ഞാനൊന്നിനും പോകുന്നില്ല. എന്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണോ? വിഷമിക്കേണ്ട, നീ അമ്മയോടൊന്ന് സംസാരിക്കും. നിനക്ക് പഠിക്കാൻ ആഗ്രഹം എന്ന് പറയും. ഹലോ, റിസൾട്ട് വന്നു. എന്നിട്ട് എന്തായി? ഫുൾ എ പ്ലസോ? ആണോ? എനിക്ക് സന്തോഷായി. ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞിട്ട് നിന്നെ വിളിക്കാട്ടോ. ശരി ശരി. ഉപ്പ, ഉമ്മ, എന്റെ റിസൾട്ട് വന്നു. ഫുൾ എ പ്ലസാ? ആണോ മോളെ? എനിക്ക് PSW പോണായിരുന്നു. PSW? നിന്റെ കല്യാണം ഉറപ്പിച്ചു. ഇനി ഭർത്താവ് പഠിപ്പിച്ചോളൂ. എനിക്ക് സോഷ്യൽ സർവീസിന് പോകണം. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവരങ്ങ് പഠിപ്പിച്ചോളൂ. കല്യാണോ? കല്യാണം എന്താ കേട്ടിട്ടില്ലേ? പറഞ്ഞു കൊടുക്ക എന്താന്ന് വെച്ചാ. ഒന്ന് പറ ഉമ്മ. ഇവിടെ കരയാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? കല്യാണം എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ബാപ്പിയും ഉമ്മയും എന്നെ പഠിക്കാൻ വിടുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോന്നാ പറയുന്നത്. നീ അമ്മയോടൊന്ന് സംസാരിക്കാം. ഞാൻ സംസാരിച്ചു. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. കിടക്കാറായോ? കിടക്കാലോ. ചോറ് കഴിച്ചോ? കഴിച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ പോയിക്കോട്ടെ? അതെന്തിനാ പഠിക്കാൻ പോണേ? പഠിക്കാൻ, ജോലിക്ക്. അതെന്താ ഇവിടെ ജോലിയില്ലേ ചെയ്യാൻ? ഇവിടെ എന്ത് ജോലിയാ? ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്? നിനക്ക് ഉമ്മയെ സഹായിച്ചില്ലേ? പഠിക്കാൻ വിടുന്നു. ഇവിടെ കാര്യം ഇവിടെ പറയണ്ട. ഉപ്പ പറയുമ്പോൾ ഞാൻ പഠിക്കാൻ വിടണോ? ഞാൻ പഠിക്കാൻ പോയിക്കോട്ടെ? അങ്ങനെ പഠിക്കാൻ പോണ്ട. അവിടെ മാറി. കൂട്ടുകാരിയോടൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കണത് എന്നോടൊന്നും പറയണ്ട. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? ഇതുവരെ എടുക്കാനായില്ലേ? ഇപ്പൊ അവിടെ ഒരു ചായ കെട്ടി കയറിയപ്പോ തുടങ്ങിയതാ. എന്ത് വായത് നാശം പിടിച്ചത്. ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞ് ഏത് നേരം അതിനെ കളിപ്പിച്ചോണ്ടിരുന്നോണം. ഒരു ജോലി ചെയ്യാൻ അറിയത്തില്ല അവർക്ക്. നിങ്ങളുടെ എത്ര നേരം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട്? ഞാൻ എന്ത് തെറ്റാ ഉമ്മ ചെയ്തേ? എന്ത് തെറ്റ് ചെയ്തെന്നോ? നീ ഒന്നും ചെയ്തില്ലേ? കാണാനും കൊള്ളില്ല, ഒരു വകയ്ക്കും കൊള്ളില്ല. വൃത്തിയുടെ ജന്തു. ഒരു 5 പൈസയുടെ കുണമില്ലേ ഇതിന്? നാശം പിടിച്ചോളൂ. ഞാൻ എന്ത് ചെയ്തിട്ടും ഇങ്ങനെ എന്നെ പറയുന്നേ? എന്താ ഇവിടെ? അത് പിന്നെ പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞ തോന്നാസിന് വിടാത്തിന് ചുരുക്കാവുക. അന്നത്തെ സ്നേഹമൊന്നും എന്നോടില്ല. നീ ഇങ്ങനെ പെൺപോതനായി പോയല്ലോ. നീ എന്താ നിന്റെ തീരുമാനം? എനിക്കറിയില്ല. എന്റെ ജീവിതം നശിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ എങ്ങനെ നിന്റെ ജീവിതം നശിക്കുന്നത്? ജീവിതം ഒന്നും നശിച്ചിട്ടില്ല. ഇനി വേണം നീ ജീവിക്കാൻ. എല്ലാരും കൂടി എന്റെ ജീവിതം നശിപ്പിച്ചു. മോളെ കരയല്ലേ. ബാപ്പയുടെ തെറ്റാ. ബാപ്പയുടെ മാത്രം തെറ്റാ. നിന്നെ ഇപ്പോഴും നിക്കാഹ് കഴിപ്പിക്കാൻ പാടില്ലായിരുന്നു. ബാപ്പയുടെ തെറ്റാ. എനിക്കത് തിരുത്തണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പോയി കല്യാണം കഴിഞ്ഞു പറഞ്ഞ അവളെ ജീവിതം നശിച്ചു. അവൾക്ക് അവളെ കുഞ്ഞിനെ വളർത്തണ്ടേ? ഇനി ഈ കുഞ്ഞുമായിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മോള് വിഷമിക്കണ്ട. ബാപ്പ പഠിപ്പിച്ചോളാം. നീ നിന്റെ ആഗ്രഹം സാധിക്കും. നിനക്ക് ഒരുപാട് പ്രതീക്ഷകളില്ലായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ. അതൊക്കെ നിറവേറ്റണ്ടേ? മോളെ, നിനക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ തരാം. നീ എന്താന്ന് വെച്ചാൽ പഠിച്ചു. ഈ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. നീ വലിയ ആളാവണം. അതാണ് ബാപ്പയുടെ ആഗ്രഹം. ഈ സമൂഹത്തിന് മുന്നിൽ നീ വലിയ നിലയിലെത്തണം. അതാണ് ഇപ്പൊ ഞങ്ങളുടെ ആഗ്രഹം. മോള് ഞങ്ങളോട് ക്ഷമിക്കണം.
ആരാ മോളെ അവിടെ വന്നേ? ഒരു പോസ്റ്റ്മാനാന്നുപ്പാ. ആഹാ, എന്തോ അത്? അറിയില്ല, നോക്കട്ടെ. ഹായ്, അപ്പോയിന്റ്മെന്റ്. അതെയോ, എനിക്ക് സന്തോഷമായി. എന്റെ മോൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ. എന്റെ മോളുടെ കഷ്ടപ്പാട് ദൈവം കണ്ടു. അതെ, ഇനി എന്റെ കുട്ടിക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കാം. എനിക്ക് ആശ്വാസമായി. ഇനി എന്റെ മോക്ക് നല്ലതുപോലെ ജീവിക്കാം. ആരെയും ഭയക്കണ്ട, ആരെയും ആശ്രയിക്കണ്ട. എന്തായാലും നല്ലതായിട്ട് വരത്തില്ല. എന്തായാലും നല്ലതായിട്ട് വരത്തില്ല. ഇവിടെ നാം കണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയാണ്. സ്ത്രീകളെ നാം ഇനിയും അടച്ചിടേണ്ടതുണ്ടോ? മൊത്ത ജനസംഖ്യയിൽ 50% സ്ത്രീകളാണ്. എന്നാൽ അവർക്കിടയിൽ സാക്ഷരതാ നിരക്ക് വളരെ കുറവാണ്. വിവാഹം എന്ന പേരിൽ അവരുടെ ഉന്നത വിദ്യാഭ്യാസം അടിച്ചമർത്തപ്പെടുന്നു. വിസ്മയെയും ഉത്തരയെയും ഇനിയും നമുക്ക് വേണോ? വിദ്യാഭ്യാസം, ബിസിനസ്, തൊഴിൽ എന്നീ മേഖലകളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ സ്ത്രീധനം, ബാലവിവാഹം എന്നീ തിന്മകൾ ഇല്ലാതാക്കുക. സ്ത്രീകൾ വാനിലുയരട്ടെ.